അല്ലാ മാലിക്. ഇതാ ബാബുസ്വാമി, കൊണ്ടുപോയിക്കോളൂ. അല്ലാ തേരാ പാലെ കരേഗ. നന്ദി ബാബുസ്വാമി. പാവൻ 2 ചുടാത്ത കുടങ്ങൾ ചോദിച്ചു, കൊടുത്തു. അതുകൊണ്ട് നമ്മളങ്ങ് മുടിഞ്ഞു പോവോ? പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല, ഈ ചുടാത്ത കുടങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാന്ന്. ബാബ, വയറുവേദന കൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. മാറാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരൂ ബാബ. അങ്ങയുടെ വയറുവേദന ഞാൻ സുഖമാക്കാം. ഈ പക്കീറിന് ദക്ഷിണ തരാമോ? തരാ ബാബ. തരൂ. എന്നെ വിശ്വസിച്ച് വീട്ടിലേക്ക് പോകൂ. നാളെ ഈ സമയം വേദന മാറിക്കൊള്ളും. താമസിക്കാൻ വീടില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ വിശന്ന് തളർന്നിരിക്കുകയാണ് ബാബ. എനിക്ക് സഹായം നൽകി അനുഗ്രഹിക്കൂ ബാബ. അപ്പോൾ ബാബ, എന്തിനാണ് അങ്ങ് അവിടെ ഇത്ര നേരം മടിച്ചിരുന്നത്? അങ്ങയുടെ വിശപ്പ് എനിക്കറിയില്ലേ? ഇത് വാങ്ങിക്കോളൂ. ബാബ, ബാബ. ഈ ദക്ഷിണ കൊണ്ട് അങ്ങയുടെ വിശപ്പ് മാറിയാലേ ഇതുകൊണ്ട് ഫലമുണ്ടാകൂ. വരൂ പക്കീറെ. അല്ലാ മാലിക്. നമസ്തേ ബാബ. അല്ലാ മാലിക്. ആയേ ഭായ് ആയേ, ഏലസ് വാങ്ങിക്കൂ. വാ മോനെ വാങ്ങിക്കൂ. പ്രേതപിശാചൊന്നും അടുത്തേക്ക് വരില്ല. വാങ്ങിക്കൂ ഏലസുകൾ. വരൂ വരൂ അനിയ വരൂ. ആയേ ലേലോ ബായ്. ഏയ് തായ്ത്തു ലേലോ, തായ്ത്തേ ലേലോ. നിനക്ക് നല്ല കാലം വരും. ഞാൻ പറയുന്നത് വിശ്വസിക്ക്. നല്ല നല്ല ഏലസ്. തമ്പോലി, നിന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടം 4 ദിവസമായി ചില്ലി കാശ് കണ്ടിട്ട്. അതങ്ങനെ തന്നെയാ. ആ മസ്ജിദിൽ താമസിക്കുന്ന ആ വൃത്തികെട്ട പക്കീറ്, അത് തന്നെ നാട്ടുകാര് സായിബാബ എന്നും പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നില്ലേ? ആ പക്കീർ നിന്നോട് മത്സരിച്ചിട്ട് നാട്ടുകാരുടെ രോഗമെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ എന്റെ കച്ചവടം കുറഞ്ഞു പോയത്. കുറഞ്ഞു പോയി പൊളിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എന്റെ കൂടെ കൂടിക്കോ. ആ പക്കീറിനെ പുറത്താക്കേണ്ട പദ്ധതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കൂടെ എന്തു കൂടാൻ? ഇതുവരെ ഗുസ്തി മത്സരത്തിലൊക്കെ പങ്കെടുത്ത് സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഈ ഏലസ് കച്ചവടം തുടങ്ങിയത്. ആ പക്കീർ ഇടയ്ക്കേറി വന്ന് എൻ്റെ വായിൽ മണ്ണ് വാരിയിട്ടു. അങ്ങോട്ട് നോക്കിയാ വരുന്നുണ്ട്. എന്താടാ എല്ലാവരും ആ പക്കീറിന്റെ പാത്രത്തിൽ എണ്ണ ഒഴിക്കുന്നുണ്ടല്ലോ? വേറെന്തിനാ? ആ എണ്ണ കൊണ്ടുപോയി മസ്ജിദിൽ വിളക്ക് കത്തിച്ചു വെക്കാൻ. മസ്ജിദില് വിളക്ക്. മനസ്സിലായി പക്കീറേ, കുടുങ്ങി. അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. എണ്ണ സെട്ട് അങ്ങനെ ഇവിടെ വാ. നമസ്കാരം പട്ടേൽ. അങ്ങനെ എന്താടോ ആ പക്കീർ വന്ന് എണ്ണ ചോദിക്കുമ്പോഴേക്കും ഒഴിച്ചു കൊടുക്കാണല്ലേ? നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. ഇപ്പൊ എന്തു പറ്റി അങ്ങനെ? എന്തു പറ്റിയെന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്? നമ്മുടെ സംസ്കാരം ഇപ്പോൾ ആ സന്യാസിയുടേതുമായിട്ട് കലർന്നേക്കുക. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ പാചകത്തിനോ ക്ഷേത്രങ്ങളിലോ ഉപകരിക്കുന്നില്ല. ആ മസ്ജിദിൽ മൺവിളക്ക് വെച്ച് ആ വിളക്കിൽ നിങ്ങൾ കൊടുത്ത എണ്ണയൊഴിച്ച്
വിളക്ക് കത്തിച്ചോണ്ടിരിക്കുക. ഈ ദ്രോഹം എവിടെ ചെന്ന് പറയാനാ? ഇന്ന് മസ്ജിദിൽ വിളക്ക് കത്തിക്കുന്നു, നാളെ നമ്മുടെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിസ്കരിക്കുകയും ചെയ്യും. ഇനി വെറുതെ നോക്കിക്കൊണ്ടിരുന്ന ഹിന്ദുവിനെ മുസ്ലിമിനെ ഒരുമിച്ചിരുത്തി അവൻ ആഹാരവും കൊടുക്കും. ശരിയാ അങ്ങനെ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യമാ. ഇനിയൊരു കാര്യം ചെയ്യാ, ആ പക്കീറിന് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന ഏർപ്പാടൊക്കെ നിർത്തിയിട്ട് അവനെ ഇവിടുന്ന് ഓടിക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുക. ഈ കാര്യം നിങ്ങളുടെ ആളുകളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ശരി പാട്ടെ അങ്ങനെ. ഉടനെ പോയി നമ്മുടെ ആൾക്കാരോടെല്ലാം പറഞ്ഞേക്കാം. പോ. അതെ, നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങ് വന്നേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ആ പക്കീറിന് നമ്മൾ ആരും ഒരു തുള്ളി എണ്ണ പോലും കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇനി അങ്ങനെ കൊടുത്താ ഞാനൊന്നും പറയില്ല. ആ ബാട്ടയങ്ങേരില്ലേ, അങ്ങേര് നമ്മളെ വെച്ചേക്കില്ല. ആ പൊക്കോ ചെല്ല് പണിയെടുക്കട്ടെ. എന്താടാ മണ്ട ശിരോമണികളെ, എങ്ങനെയുണ്ട് നമ്മുടെ പദ്ധതി? നിങ്ങളോട് മുട്ടാൻ വരുന്നത് ദൈവമാണേലും ശരി, അവധിയെടുത്ത് വീട്ടിൽ പോകേണ്ട വരും. നല്ലത് നടക്കണമെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. പക്ഷേ ദ്രോഹം ചെയ്യണമെങ്കിൽ പുണ്യവാൻ അവിടുന്ന് ഒരാള് മതി. യജമാനെ, കൗരവപ്പട എത്രയാ? 100 ഗുണം 100 എത്രയാ? അത്രയും പേര് ചെയ്യുന്ന ദ്രോഹം യജമാനെ ഒറ്റയ്ക്ക് ചെയ്യും. അങ്ങയുടെ ശിഷ്യന്മാരായ ഞങ്ങൾ ഈ ജന്മത്തില് വാനരന്റെ കയ്യില് പൂമാല പോലെ ആയെങ്കിൽ നോക്ക്. നിർത്തടാ. ഇപ്പൊ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാണോ അതോ മുഖസ്തുതി പറഞ്ഞാണോ? മഹാന് ഷിർദിയുടെ പ്രഭു അങ്ങനെയുള്ള അങ്ങേ ഞങ്ങൾ അയ്യയ്യയ്യയ്യോ. വരണടാ. നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ മരമണ്ഡലം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതേടാ, കുറച്ചു നാളായി ബുദ്ധി വളർന്നെന്നാ തോന്നുന്നേ. എന്താടാ അവിടെ പുരോഗമിക്കുന്നത്? നേരെ നടക്ക്. എന്നെ കൊണ്ടാതെ പോന്നേ. ഇങ്ങോട്ട് എടാ, അതുങ്ങളവിടെ പോയി മെയ്യട്ടേടാ, നമുക്ക് ഇവിടെ നിന്ന് ആഹാരം കഴിക്കാം. അതെ, ശരിയാ, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. വാ, നീ വന്ന് ഇരുവിടാ. വിശന്നിട്ട് വയ്യടാ, വാ പെട്ടെന്ന് കഴിക്കാം. എടാ, എനിക്ക് ഇത്തിരി റൊട്ടി താടാ. എന്നാടാ, കഴിച്ചോടാ. നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോണോടാ. ശരിടാ. വിശക്കുന്നുണ്ടോ? അതൊന്നുമല്ല, നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എൻ്റെ ഈ ചെറിയ വയറിന് വിശക്കുമ്പോ നിങ്ങൾക്ക് വിശക്കില്ലേ പിന്നെ? ഇന്നാ ഈ അവല് കഴിച്ചോ. കഴിക്ക്, അമ്മ തന്നതാ, നല്ല രുചിയുണ്ടാവും. അല്ലാ മാലിക്. അല്ല, എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? നിങ്ങൾക്ക് പേടിയില്ലേ? എന്തിനാ ഭയക്കുന്നേ? ഇവിടെ പൂച്ചാണ്ടിയുണ്ട്, അത് കണ്ടാ നമ്മളെ പിടിച്ചോണ്ട് പോവും.
ഇത് പൂച്ചാണ്ടിരിക്കുന്ന മരവാ. മോൻ ഇവിടെ ഉണ്ടല്ലോ, എനിക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ, സ്വാമിയുടെ അടുത്ത് ഇതുണ്ടല്ലോ അല്ലേ. ഇതുകൊണ്ടടിച്ച പൂച്ചാണ്ടി ഓടിപ്പോവും. ഇതുകൊണ്ടടിച്ചാൽ പൂച്ചാണ്ടി പോകില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോയിക്കൊള്ളും. നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാ എന്താ? എന്റെ അടുത്തുവാ, പറഞ്ഞു തരാം. ഇനി പറ, പൂച്ചാണ്ടി വന്നാ എന്തു പറയും? പൂച്ചാണ്ടി വന്നാൽ 4 കാര്യങ്ങൾ പറഞ്ഞു വിടും. അയ്യോ, പൂച്ചാണ്ടിനോട് പറഞ്ഞാലൊന്നും പോവില്ല. ഓഹോ, പിന്നെ എന്തു പറഞ്ഞാൽ പോകും? എന്തു പറഞ്ഞാലും പോവില്ല. പിന്നെ എങ്ങനെ? ദൈവത്തിനെ വിചാരിച്ചാ പോവും. ദൈവത്തെ വിചാരിക്കണോ? എങ്ങനെ? ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കണം. ഭഗവാൻ എവിടെയാണുള്ളത്? വീടിനടുത്തുള്ള അമ്പലത്തിലുണ്ട്. അപ്പോ നാട്ടിലുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ പൂച്ചാണ്ടി വെറുതെ ഇരിക്കുമോ? അയ്യോ, വെറുതെ ഇരിക്കില്ലല്ലോ. പിന്നെ എന്തു ചെയ്യും? അതാ ആലോചിക്കുന്നേ. എന്നാ ഒരു കാര്യം ചെയ്താലോ? എന്താ അത്? ദൈവം ഇവിടെയാണുള്ളത്, ഇവിടെ നിന്ന് വേഗം പൊക്കോ എന്ന് പറയാം. ഇവിടെയോ? എവിടെ? കാണുന്നില്ലല്ലോ. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിയാ കാണുമെന്നോ? എടാ പക്കീർ എന്തോ പറഞ്ഞോണ്ടിരിക്കുവാടാ, വാടാ. ആദ്യം ദൈവം എങ്ങനെ ഇരിക്കുന്നെന്ന് പറയാ. മോനെ പോലെ തന്നെയാണുള്ളത്. എന്നെ പോലെയാണെന്നോ? ആഹാ, അപ്പോ അള്ള എവിടെ ഇരിക്കുന്നേ? എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പൊ യേശുവോ? യേശുവും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇത്രയും ദൈവം എന്തിനാ? ഒരു ദൈവം പോരെ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ. മോനൊരു ദൈവം, അവർക്കൊരു ദൈവം, വേറൊരാൾക്ക് വേറൊരു ദൈവം. അവർക്കിഷ്ടപ്പെട്ട ദൈവങ്ങളെ അവർക്ക് വിളിക്കാം, അവർക്ക് വണങ്ങാം. അപ്പോ ഇത്രയും ദൈവങ്ങളില് ഏറ്റവും വലിയ ദൈവമാരാ? ആ ദൈവം വലുത്, ഈ ദൈവം വലുതെന്നൊക്കെ നമ്മളാണ് വ്യത്യാസം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും നോക്കാൻ പാടില്ലേ? ദൈവങ്ങളെല്ലാം ഒന്നാന്നാ തോന്നുന്നേ. ഈ സത്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. വിളിക്കുന്ന പേരുകളിലൊക്കെ വ്യത്യാസമുണ്ടാകാം, എന്നാൽ ഏത് ദൈവത്തെ വിളിച്ചാലും ദൈവം എല്ലാവരോടും സംസാരിക്കും. ഇതാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. ദൈവത്തിന് ആവശ്യമായത് നമ്മുടെ ഭക്തി മാത്രമാണ്. ആ ഭക്തിയോടെ ഏതു ദൈവത്തെ വിളിച്ചാലും എല്ലാ ദൈവങ്ങളും സംസാരിക്കും. അവിടത്തേക്ക് ഭക്തരുടെ മേൽ സ്നേഹമില്ലാതെ വേർതിരിവില്ല. സ്വാമി, പക്കീർ സ്വാമി, ഇരുട്ടാകാൻ പോകുന്നു. കുട്ടികളെ വിട്ടിരുന്നെങ്കിൽ ആടുകളെ കൊണ്ട് പോകാമായിരുന്നു. ശരി. പക്കീരെ, നാളെ വരാം. ഇനിയും ദൈവങ്ങളെ പറ്റി കൊറേ പറഞ്ഞു തരണം. ശരി. അല്ലാ മാലിക്.
ദേവ, അനുഭവമാണ് ശ്രേഷ്ഠം, ശാസ്ത്രമാണ് ശ്രേഷ്ഠം. എന്താ ശ്യാമ, ഇന്ന് പുതിയ ചോദ്യങ്ങളൊക്കെ? അനുഭവം ശാസ്ത്രത്തെ പ്രദാനം ചെയ്യുന്നു. ആ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി നാം പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവന് അനുഭവങ്ങൾ എങ്ങനെയുണ്ടാവും ദേവ? ഒരുപക്ഷെ ഉണ്ടെങ്കിലും അവൻ്റെ അനുഭവത്തിന് എന്ത് മതിപ്പുണ്ടാകും? എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശാസ്ത്രമാണോ ശ്രേഷ്ഠം? അതെ ദേവ. ശാസ്ത്രം പഠിക്കാതെ അനുഭവത്തിലൂടെ ജീവിക്കാൻ പറ്റില്ലെന്നാണോ? അത് പറ്റില്ല ദേവ. അങ്ങനെയെങ്കിൽ ശരി, നിങ്ങൾ പറയുന്നതിലും സത്യമുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം എന്തിന് അവഗണിക്കണം? നമസ്തേ ബാബ. ബാബ, ആശാരിപ്പണി ജീവിക്കുന്നവനാ. കുറേ നാളായിട്ട് അങ്ങയെ കാണുമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ആ ദർശനം കിട്ടിയത്. എൻ്റെ കുടുംബം നന്നായിരിക്കാൻ അനുഗ്രഹിക്കണം ബാബ. അല്ലാ മാലിക്. ബാബ, ഞാനിപ്പോൾ ഒന്നും തരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങൊന്നും വിചാരിക്കരുത്. ഈ പലക സ്വീകരിക്കണം. എനിക്ക് തൃപ്തിയാകും ബാബ. അങ്ങയ്ക്ക് നൈവേദ്യം തന്നതുപോലെ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിലുള്ള ആ സ്നേഹം മതി. ഈ പലക എനിക്കെന്തിനാണ്? അങ്ങനെയൊന്നും പറയില്ലേ ബാബ. ദൈവത്തിന് നിവേദ്യം തരാതെ ഭക്തർ ഒന്നും തൊടാൻ പാടില്ലെന്ന എൻ്റെ വീടിൻ്റെ അടുത്തൊരു തിരുമേനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിവേദ്യം തന്നല്ലോ, ഇനി കൊണ്ടുപോയിക്കൊള്ളൂ. വേണ്ട ബാബ, ഇത് ഞാൻ ദൈവത്തിന് തരാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. കുറച്ചു നേരം ഈ പലകയിലിരുന്നിട്ട് ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങിക്കോളൂ ബാബ. അല്ല, ഈ ജോലി നിങ്ങൾക്ക് ലാഭകരം തന്നെയാണോ? എന്ത് ലാഭം കിട്ടാനാ സ്വാമി? ഒരു ദിവസം ജീവിക്കാൻ പറ്റാത്ത, മറുദിവസം മരിക്കാൻ പറ്റാത്ത, നടുവിലിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. സദ്യയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, പക്ഷെ പട്ടിണി എടുക്കാതെ ജീവിച്ചു പോകുന്നുണ്ട് സ്വാമി. അങ്ങനെയെങ്കിൽ ഈ ജോലി വിട്ട് കൂടുതൽ സമ്പാദിക്കാവുന്ന മറ്റൊരു ജോലി നോക്കിക്കൂടെ? ഇതെൻ്റെ കുലത്തൊഴിലാ ബാബ. ഇത് വിശ്വസിച്ച എൻ്റെ മുത്തച്ഛനും മുതുമുത്തച്ഛനും വരെ ജീവിച്ചത്. എൻ്റെ അച്ഛനും ഈ തൊഴിൽ ചെയ്താ ജീവിച്ചത്. ഞാനും ഈ തൊഴിൽ ചെയ്താ ജീവിക്കുന്നത്. ആഹാരം കിട്ടിയാലും ഇല്ലെങ്കിലും പെറ്റമ്മയെപ്പോലുള്ള കുലത്തൊഴിൽ ഉപേക്ഷിച്ച് എങ്ങനെ ജീവിക്കാൻ പറ്റും? അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി ബാബ. ഈ തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉപജീവനം കഴിച്ചോളാം. അപ്പോൾ കുലത്തൊഴിൽ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? ഇല്ലാതിരിക്കുമോ? മാലിന്യം കളഞ്ഞ് ശുദ്ധിയാക്കുന്നവരും എനിക്ക് ദൈവമാണ് ബാബ. മാലിന്യത്തിൽ ദൈവമുണ്ടോ? എന്തുകൊണ്ടില്ല ബാബ? ശുദ്ധം ദൈവമാണെന്നുണ്ടെങ്കിൽ അശുദ്ധിയിലും ദൈവം ഉണ്ടാവില്ലേ? മാലിന്യം സഹിക്കാൻ പറ്റുന്നതല്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ബാബ? കുഞ്ഞിൻ്റെ അശുദ്ധം വൃത്തിയാക്കേണ്ട അമ്മ അത് അശുദ്ധമാണെന്ന് വിചാരിച്ചാൽ കുഞ്ഞിൻ്റെ ശരീരം ചീത്തയാകില്ലേ? കൊണ്ടാജി, എത്ര ഭംഗിയായി സംസാരിക്കുന്നു. ഏത് ശാസ്ത്രമാണ് പഠിച്ചത്? ശാസ്ത്രമോ മണ്ണാങ്കട്ടയോ? ഇതുപോലുള്ള അനുഭവങ്ങളല്ലേ നാളത്തെ ശാസ്ത്രങ്ങൾ. പലക ഇന്ന് ഇതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നാളെ ഇത് ചെയ്യുന്നവർക്ക് ശാസ്ത്രമാകും. അങ്ങനെയാണോ പറയുന്നത്? ഞാൻ എന്ത് പറയാനാ ബാബ? ഇത്ര നേരം പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞെന്നോ? അങ്ങല്ലേ പറയിപ്പിച്ചത്. അങ്ങയുടെ ദയ കൊണ്ട് അങ്ങ് പറയേണ്ടത് ഞാൻ പറഞ്ഞു. പഠിപ്പും അറിവില്ലാത്തവൻ എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? അങ്ങയുടെ ദൃഷ്ടി പതിഞ്ഞാൽ പാറക്കല്ല് പോലും ദൈവമാകും. വരട്ടെ ബാബ. അല്ലാ മാലിക്. ശ്യാമ, അങ്ങയുടെ മറുപടി ആശാരിയുടെ വായിൽ നിന്ന് പറയിപ്പിച്ച് ഈ എന്നെ കേൾപ്പിച്ചു അല്ലേ ദേവ? കൊണ്ടാജി ആശാരിപ്പണി ചെയ്ത് ജീവിക്കുന്നവനാ. അവന് ശാസ്ത്രത്തെപ്പറ്റി അറിയാമോ ശ്യാമ? സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് ശാസ്ത്രം അറിഞ്ഞവനേക്കാൾ കൂടുതൽ സംസാരിച്ചു. അതുതന്നെ അങ്ങ് പറയിപ്പിച്ചു. എൻ്റെ അജ്ഞതയോർത്ത് ക്ഷമിക്കൂ ദേവ. ശ്യാമ, എന്തനുഭവമുണ്ടായാലും ശാസ്ത്രമാണ് അടിസ്ഥാനം. ആ ശാസ്ത്രം അനുഭവസ്ഥരിലൂടെയാണ് രൂപപ്പെട്ടത് തന്നെ. എന്നുവെച്ചാൽ അനുഭവമാണല്ലോ വലുത്. ഓരോന്നും പരിശോധിച്ചു നോക്കുമ്പോൾ ശാസ്ത്രങ്ങൾ ശിലാശാസ്ത്രം പോലെ പിന്തുടരേണ്ടതു തന്നെ. ഒരു കാലത്ത് ശാസ്ത്രങ്ങളെല്ലാം ഇല്ലാതാകും. അപ്പോൾ അനുഭവങ്ങളാണ് നമ്മുടെ കൈകൾ കൊണ്ട് ജോലി ചെയ്യിക്കുക. ഏത് ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെന്ന് ഭക്തകണ്ണപ്പ പരമശിവനോട് ഐക്യപ്പെട്ടു. ശാസ്ത്രം പാണ്ഡിത്യം നൽകുന്നു,
അനുഭവം ഉണർവ് നൽകുന്നു. ഇന്നത്തെ ഉണർവുകളാണ് നാളത്തെ അനുഭവങ്ങൾ. അല്ലാ മാലിക്.